ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ആൻഡ് എന്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ ഇന്ന് ഇവനും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പിങ്ക്, ഇവൻ പിങ്ക്. അപ്പൊ നമ്മൾ പിങ്ക് ഇട്ടേന്ന് ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്. സോ അതെന്താന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. സോ ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ആ ഒരു പെട്ടി. ഇപ്പോ ലൈക്ക് തംബ്നെയിലൊക്കെ കണ്ട് കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നതിന്റെ കൂടെ കാട്ടിത്തരാം. പിന്നെ ഈ പാഴ്സൽ ഇന്നലെ വന്നതാണ്. എനിക്കിത് കാണാൻ എന്താ പറയാ, തുറന്നു നോക്കാണ്ട് എനിക്ക് ഇരിക്കാനും പറ്റണില്ല, നിൽക്കാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ മൈൻഡിനെ നമ്മൾ വേണ്ട കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി ഓക്കെ കുഴപ്പമില്ല, ഇത് ഞാൻ നാളെ വീഡിയോ എടുക്കുമ്പോഴേ തുറക്കുള്ളൂ. അങ്ങനെ ഞാൻ തുറക്കാണ് കേട്ടോ. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം. യെസ്, അങ്ങനെ നമ്മളും വാങ്ങി ഗായ്സ് മാക്ബുക്ക് നിയോ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ലൈക്ക് എനിക്കറിയില്ല, ഞാൻ ചെറുപ്പത്തിനകത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനൊക്കെ എന്നാണ് ഒരു ആപ്പിളിന്റെ ഒരു മാക്ബുക്ക് വാങ്ങാന്ന് കേട്ടോ. കാരണം അന്നൊന്നും നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മളൊക്കെ വിചാരിക്കും ലൈക്ക് എന്നാണ് ഇതൊക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ, ട്രസ്റ്റ് ദ പ്രോസസ് അല്ലെ, വഴിയെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്കത് മെല്ലെ സാധിച്ചെടുക്കാൻ പറ്റും. സോ എന്റെ ഫസ്റ്റ് ലാപ്ടോപ്പ് എനിക്ക് തന്നത് എന്റെ വല്യപ്പച്ചനാണ്. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വല്യപ്പച്ചൻ. സോ ഈ ഒരു നിമിഷത്തിൽ താങ്ക് യു സോ മച്ച് വല്യപ്പച്ച. ഓക്കെ, സോ ഇതാണ് എന്റെ സെക്കൻഡ് ലാപ്ടോപ്പ് ആൻഡ് മാക്ബുക്ക് നിയോ. ആൻഡ് കളറ് നോക്കൂ, ബ്ലഷ്. Let's unbox this. Hello, excitement. സോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ മാക്ബുക്ക് ഒക്കെ അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ഫോണ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എന്റെ 16 Pro ആണ്. പക്ഷെ മാക്ബുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അപ്പൊ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ്, ടെൻഷൻ എല്ലാം എനിക്കുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് അൺബോക്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കിട്ടിയപ്പോ അതിന്റെ ഒരു സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ എന്റെ ഫേസിനകത്ത് എനിക്ക് ഓവർ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ എനിക്ക് അറിയില്ല. അതേ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാന്ന്. അയ്യോ അയ്യോ അമ്പോ, സ്ലിമ്മ് എന്ന് വെച്ചാൽ അമ്മ അതിനായോ എനിക്കിങ്ങനെ എറിയാനൊക്കെ തോന്നും. പിന്നെ അതിന് മുന്നേ ഇതിനകത്ത് എന്താ നോക്കാം നമുക്ക്. ഇതിന്റെ ഒരു എൻവലോപ്പ്, ചാർജർ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ പെട്ടി ഇവിടെ മാറ്റിയിരിക്കട്ടെ. അയ്യോ, എന്താ പറയാ, ക്യൂട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിങ്ക് പിങ്ക് പിങ്ക്. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് പിങ്ക് കിട്ടിയെന്ന്. ഇതെവിടെ ഓപ്പൺ ചെയ്യാം? ഓക്കെ, ഇവിടെ. ഇതെവിടെന്നാ പൊളിക്കുക? അയ്യോ, ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ നൈസ്. ലുക്ക്. ഇതിൽ കൂടുതൽ ഇങ്ങനെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്റെ മുഖത്ത് എനിക്ക് വരാനറിയില്ല കേട്ടോ. കാരണം ലുക്ക് ലുക്ക് ലുക്ക്. ഹലോ. ഓക്കെ, കണ്ടിന്യൂ. അങ്ങനെ ഗായ്സ്, നമ്മുടെ ആ ഒരു ആഗ്രഹം എന്റെ ഉള്ളം കയ്യിലിരിക്കുന്നു അല്ലേ. കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവും. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു കളർ കണ്ടപ്പോ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയി ഈ ഒരു കളറില്, ഈ പിങ്ക് ബ്ലഷില്. ഈ UK-നകത്ത് ഈ ഓക്കെ. സോ ഗായ്സ്, നമ്മളിത് അങ്ങനെ ഇതൊന്ന് സെറ്റ് ആക്കിട്ടോ. എന്റെ ഫോണിൽ നിന്നുള്ളത് എല്ലാ ഡാറ്റ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇത് കണ്ട എക്സൈറ്റ്മെന്റിനകത്ത് എനിക്ക് ഇതിനകത്തൊന്നും കുറച്ച് ചെയ്യാണ്ടൊരു സമാധാനമില്ല. അപ്പൊ അങ്ങനെ ഞാൻ വേഗം അതൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ നമുക്ക് ഫൈനലി നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടോ. ഇപ്പൊ ഇതിനെ പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഗാഡ്ജറ്റ്സ് ഐറ്റംസിനോട് അങ്ങനെ വലിയ ക്രേസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ചില സാധനങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം ഔട്ട് ഓഫ് നോവർ അതിൻ്റെ മൈൻഡിലോട്ടോ നോക്കി ഇത് വേണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്കത് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല. അതിപ്പോ എത്രയാണ്, എങ്ങനെയാണ്, എന്താണ് വഴിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ചെയ്യണം. അങ്ങനെ ഒരു അപ്പം ഈ ഒരു ബ്ലഷ് മാക്ബുക്ക് നിയോ ഇറങ്ങിയപ്പോൾ ഈ ബ്ലഷ് എൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല. എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. എനിക്കത് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ സാധനം ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തപ്പോൾ ഇത് UK-യിൽ ലോഞ്ച് ആയിട്ടില്ല. ബാക്കി കളേഴ്സ് UK-യിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ബ്ലഷ് കളർ UK-യിൽ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇത് ലോഞ്ച് ആയത് കഴിഞ്ഞ വെൻസ്ഡേ ആയിരുന്നു.
അതിനു മുന്നേ ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ട് എനിക്കിത് ഇന്നലെ രാത്രി സാധനം കിട്ടി കേട്ടോ. ഹാപ്പി ആണെന്ന് വെച്ചാൽ ഒരുപാട് ഹാപ്പിയാണ്. ഇത് ലൈക്ക് എനിക്കൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് കേട്ടോ, ഈ ഒരു മാക്ബുക്ക് നിയോ. പിന്നെന്താ, ഒത്തിരി സന്തോഷം. ഇതെങ്ങനെ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മോർ ദാൻ ഹാപ്പിയാണ്. ഇതെനിക്ക് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. സോ ഹാപ്പി ഫോർ ദിസ്. ആൻഡ് ഇതേപോലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നടത്തിയെടുക്കുക. നാളെ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ നാളെ എന്തെന്ന് നമുക്കറിയില്ല. സോ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ലൈഫാണ്. സോ യു ബെറ്റർ ചൂസ്, യു ബെറ്റർ ഡിസൈഡ്. സോ ഗൈസ്, ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാക്ബുക്കും അതേപോലെ തന്നെ ലാപ്ടോപ്സ് എല്ലാം ഉപകാരപ്പെടും. എന്നെ സംബന്ധിച്ച് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് യൂസ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയുള്ള യൂസേജേ വരുന്നുള്ളൂ, അപ്പോൾ അതിനുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല ആപ്പിൾ തന്നെയാണല്ലോ അല്ലേ, അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കളറ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു കളർ അവർ ഇറക്കിയിട്ടില്ല. അവർ സിട്രസ് പിന്നെ ബ്ലൂ പിന്നെ സിൽവർ ആണ് ഇറക്കിയേക്കുന്നത്. പിന്നെ ഈ ബ്ലഷും ഈ കളർ അവർ ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് മേടിക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ കളർ കണ്ടിട്ടാണ് മേടിച്ചിരുന്നത്. യെസ്, ഈ കളർ എനിക്ക് അത്രയും ഞാൻ ഇതിനോട് ഒബ്സസ്ഡ് ആയിട്ടാണ് ഈ കളർ കണ്ടിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ സീ യു, താങ്ക് യു, ബൈ.